ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു വാക്യമായിട്ട് നിങ്ങളുടെ മുമ്പ് ഞാൻ നിൽക്കുകയാണ്. ആ വാക്യം ഇപ്രകാരമാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. അത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, പരീക്ഷയുണ്ട്, വേദനകളുണ്ട്. അതൊക്കെ ദൈവം നമ്മോട് പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളുണ്ട്, പരീക്ഷയുണ്ട്. ആ പരീക്ഷ ജയിക്കുവാൻ, ആ പരീക്ഷ ജയിച്ച് അതിൽ ഭാഗ്യവാനായി തെളിയണം എന്ന് പറഞ്ഞാൽ ഈ കഷ്ടം സഹിച്ച് ആ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി ദൈവസന്നിധി തെളിയണം. തെളിഞ്ഞതിന് ശേഷം തെളിഞ്ഞതിന് ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ദൈവസന്നിധി താണിരുന്ന് ദൈവത്തോട് യാചിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ദൈവത്തോട് നമുക്ക് ചോദിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് അത് നമുക്കൊരിക്കലും ദൈവത്തോട് ചോദിക്കാൻ കഴിയില്ല. കാരണം ദൈവം നമ്മെ കഷ്ടതയ്ക്കായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അത് സഹിക്കുവാനുള്ള കൃപ അത് ദൈവത്തോട് ചോദിക്കണം. എന്നാൽ ആ കഷ്ടം സഹിക്കുവാനുള്ള കൃപ ദൈവം തരും. ആ കഷ്ടം സഹിക്കുമ്പോൾ, അത് തെളിയുമ്പോൾ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം ദൈവം വാസ്തവമായി നമുക്ക് തരും. വെളിപ്പാട് പുസ്തകത്തിൽ അനേക ദൈവസന്നിധിയിലുള്ള വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതിലുണ്ട്. ജീവകിരീടം തരുമെന്ന് പറയുന്നുണ്ട്, വിലയേറിയ മുത്ത് നമുക്ക് തരുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കരങ്ങളിൽ എത്തണമെങ്കിൽ പരീക്ഷ സഹിക്കണം, കഷ്ടം സഹിക്കണം, പരീക്ഷ സഹിക്കണം, അത് കൊള്ളാകുന്നവനായി തെളിയണം. ആ തെളിഞ്ഞ ഒരു വ്യക്തിയെ ദൈവം നിത്യതയിൽ വാഗ്ദത്തം ചെയ്ത ജീവിതകിരീടം യഥാർത്ഥമായി ദൈവം തരുവാനിടയാകും. എന്നാൽ നമുക്ക് ഈ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി സ്നേഹമേറിയ ദൈവമേ, ഈ വചനം കേട്ട എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, കഷ്ടം സഹിക്കുവാനുള്ള കൃപ കൊടുക്കണം. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.